ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ? നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത്. അപ്പുവിനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാടാ. മോളെ ആഭരണങ്ങളൊക്കെ ഊരി അച്ചൂര് കൊടുക്ക്. இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான். ஒரிஜினல் கோல்டு உள்ள இருக்கு. ஒரு நிமிஷம். இது கோல்டு, இது கேஷ். അല്ല ഇതേ ഉള്ളൂ. ഇതാ മാമ പിറந்த நாளைக்கு gift-ஆ தந்த கேஷும் கோல்டும். இந்த கேஷ் பட்டு சேலை வாங்குறதுக்கு எனக்கு கொடுத்தாரு. பரவாயில்ல, எடுத்துக்கோ. உங்க ப்ராப்ளம்ல முடியட்டும். ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അണ്ണന്റെ ഭാര്യ നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ? ഇല്ല. ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ പറയൂ. എന്തുപകാരം? കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടിയെന്ന നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത്. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ. അവൻ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട്. നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളൻ എന്ന ചീത്തപ്പേരെ ഈ അപ്പുന, അപ്പുന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കുണ്ട് കുറച്ച് നാണക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ. അതിന് തന്നെയാ പോകുന്നത്. എന്നെ കള്ളനാക്കിട്ട് എന്നെ പെണ്ണിനെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയതിനെ പിന്നെ ഞാൻ വെറുതെ വിടണോ? ചെല്ലുന്നുണ്ട്. ഞാൻ ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് നീ വിചാരിക്കരുത്. നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാ. ശിവ, ഇപ്പൊ സംഗതി കോംപ്രമൈസ് ആയേ. ഇനി തേൻമൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേരെ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീയും അങ്ങ് വിശ്വസിക്കണം. എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ച് കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ. അല്ല, അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓ, ദേ ആ പട വരുന്നു. അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിന് വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടു പോയെന്നാണ്. അല്ലാതെ നീ അവളെ താലി കെട്ടിയ കാര്യമൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാ മതി. തേൻമൊഴിയങ്കടാ, ഷർട്ട് ചുളുക്കല്ലേ സാറേ. ചുളുങ്ങിയാ പിന്നെ തേച്ച് തരേണ്ടി വരും. തേച്ച് തന്നില്ലേ ഞാൻ തേപ്പിക്കും. വേണം സാർ, കാശ് കൊടുത്ത് പ്രോബ്ലം എല്ലാം സോൾവ് பண்ணிட்டே. சார், இந்த ஆளு நம்ம பொண்ணே பத்திரமா ஒரு லேடிஸ் ஹாஸ்டலில் தங்க வச்சிருக்க. ஒரு போர்ல போലും വെളുക്കാതെ ശീഘ്രമായി ഇവൻ തിരിപ്പി കൊണ്ടുവരും. കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ? അവളെ ഉടനെ ഇവിടെ തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാൻ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രിയോട് കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയാ. പെട്ടെന്ന് അങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാ. പോട്ടെ, സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ കുറ്റം പറയും. അത് പാലക്കാട്ട് നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാൽ മതി. എടാ കണാപ്പ, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയാണ് നിന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നു. തേൻമൊഴി, ഞാൻ താലി കെട്ടണ ഞാൻ പൊണ്ടാട്ടി.
എന്താണ് എന്നെ ഏമാത്ത പാക്കറായ മുട്ടാൾ? അപ്പ ഛേ. യ്യോ! അയ്യോ ஏய் என்னை பத்தி நீ என்னடா நினைச்ச? நான் ஒரு மண்டன் ஆபீசர் நினைச்சியா? இங்க பாரு, அந்த பொண்ணை பத்தி எல்லா விஷயத்தையும் தெரிஞ்சுக்கிட்டு தான் நான் கல்யாணம் பண்ணிக்கிறதுக்கே ஒத்துக்கிட்டேன். இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு, நானும் அவர்கிட்ட ஒரு சில விஷயத்த மறைச்சிட்டேன். அது என்னன்னு தெரியுமா? எனக்கு 5 வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு. இது எனக்கு செகண்ட் மேரேஜ். ஒரு சின்ன வீடு செட்டப், அவ்வளவுதான். உங்களுக்கு ஏதாவது பிரச்சனை இருக்கா? ഒരു പ്രശ്നവും ഇല്ല. കാര്യങ്ങളൊക്കെ ഒരുവിധ അണ്ടർസ്റ്റാൻഡിംഗ് ആയ നിലയ്ക്ക് ഇനി ഇവൻ ഉയരോട് ഇരിക്കുന്നത് നമുക്ക് പ്രോബ്ലം. ശിവ, இந்த പണത്തെ തിരുപ്പി വാങ്ങി പോട്ട് തള്ളണ ഇവനെ. ശിവ, ഈശ്വര, സർവേ ജനാ സുഖിനോ ഭവതു. மாமா போங்க மாமா. இத்தனை நாள் எங்க போயிட்டீங்க? நான் நீங்க நினைச்சு உங்க தம்பி கூட തമ്പി കൂടെ ஓடி வந்துட்டேன். ആ അത്രേ ഉള്ളൂ. ம். എടാ, ഒരു കല്യാണം കഴിക്കുമ്പോ മിനിമം സ്വന്തം തന്തയെങ്കിലും അറിയിക്കണ്ടേ? അതങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് ആ പൊട്ടം കഴിവർ ഇവളെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നില്ലേ? എവിടെ കള്ളപ്പ നീന്നവനെ ഞാൻ കൊല്ലും. അവൻ ഇവിടെ ഇല്ല. ഏ? ശിവകാശിയില് ബാലയുടെ നോട്ടീസ് അടിപ്പിക്കാൻ പോയിരിക്കുക. ലക്ഷ്മി ആണെങ്കിൽ അമ്മൂനെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാ അച്ഛൻ അവന്റെ ഫോട്ടോ വെച്ചൊരു നോട്ടീസ് കൂടെ അടിച്ചോ, പാവന സ്മരണയ്ക്കെന്ന് പറഞ്ഞു. அவரு பாவம் மாமா, என்கிட்ட நிறைய வாட்டி மன்னிப்பு கேட்டுட்டாரு. விட்டுடுங்களேன். എടാ, ഏ. ചെയ്ത തെറ്റിന് ഇവളോട് അവൻ ഒരുപാട് മാപ്പ് പറഞ്ഞു. ഇനിയും നീ അവനെ ദ്രോഹിക്കരുത്. ഓ, ദ്രോഹങ്ങൾ ചെയ്യുന്നത് ഞാൻ മാത്രം. അത് പണ്ടും അങ്ങനെയാണല്ലോ. പിന്നെ പോലീസുകാർ ആരെങ്കിലും അന്വേഷിച്ച് ഇവിടെ വന്നാ ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ പൊട്ടം മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? എന്താടാ, നീ ഇവിടെ വല്ല കുഴപ്പമോ കാണിച്ചിട്ടാണോ വന്നേ? അത് ഈ തമിഴ്നാട് പോലീസിന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരികയില്ല, അതുകൊണ്ടാ. ആ, തൽക്കാലം നീ പോയി കുളിച്ചു വല്ല കഴിക്ക്. ഓ, மாமா, அங்க என்ன பிரச்சனை? അങ്ങേ എന്നെ പ്രശ്നം. നിന്റെ ചിറ്റപ്പന്റെ മകനാ ശിവരാജനല്ലേ, ആ. അവനെ ഷൂട്ട് ചെയ്തു ചത്തോന്ന് അറിഞ്ഞൂടാ. தேங்க்ஸ் மாமா. அடுத்த வாட்டி அந்த இன்ஸ்பெக்டரையும் ஷூட் பண்ணிடுங்க. നീ താണ്ടി ഉണ്മயான പൊണ്ടാട്ടി. എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട് വരാം. ആ, തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവന് അവനെ അവനിവിടെ വന്നാൽ നീ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂറലാട്ടോ, തിരിച്ചു കുടിപ്പിച്ച നമ്മൾ കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു നാറിനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ് എവരുടെ അതുകൊണ്ട് അതുകൊണ്ട് ഉറ്റണോ? ഓ, പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ചത്തോ? മോന്റെ കൂടെ തന്തനെ പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ടി വരും. സോറി ആശാനേ, റിയലി സോറി.
ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധി എല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കഴിഞ്ഞു. അച്ചോട്ടം വീണ്ടും വാക്കേറ്റിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പ് പാന്റ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ? എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ്. അല്ലടാ? സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. കാശി, കാശി. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലവെസേന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് എത്ര? 2,50,000. ഓക്കെ, വരൂ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം, എന്റെ കാശല്ലല്ലോ. എന്നെ വെക്കോളൂ, കുറവാൻ തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായിടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ.